ബോധവൽക്കരണം നാട്ടിന് അത്യാവശ്യമാണ്. കാരണം ഈ നാട്ടിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന്, ലഹരിയൊന്നും ഉപയോഗിക്കാതെ എന്നെ ഇതൊന്നും ബാധിക്കില്ല, എൻ്റെ കുടുംബത്തിൽ ഇതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന നിങ്ങളും നിങ്ങളെപ്പോലുള്ള സുമനസ്സുകൾ. രണ്ടാമത്തേത്, ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന, അത് അറിയുന്നതും അറിയാത്തതുമായ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അറിയുന്നതും അറിയാത്തതും ഉണ്ടാവും, രഹസ്യമായി ഉപയോഗിക്കുന്നതും പരസ്യമായി ഉപയോഗിക്കുന്നതുമായ രണ്ട് കൂട്ടർ. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഒരു ബോധവൽക്കരണത്തിലൂടെ ഒന്നും നന്നാക്കാനൊന്നും കഴിയില്ല. ഓരോടൊന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് ഓരോടൊന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന ഹൃദയമുള്ള സുമനസ്സുകളായ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ലഹരി കീഴടക്കിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളെ ഇതിന്റെ ആപത്ത് മനസ്സിലാക്കി ഈ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കലാണ് ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ദേശം. ഞാനൊരു 19 കൊല്ലത്തോളായി പോലീസിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ കണ്ട ആളുകളും പ്രതികളും അല്ലെങ്കിൽ ഇതിന് ഉപയോഗപ്പെട്ട ആളുകളൊന്നും ഇന്ന് വരെ ജനിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിന്റെ ഇരയാകുമെന്ന് തുടങ്ങിയ ആളുകളല്ല. അവിടെയാണ് വിഷയം. നല്ല കുടുംബത്തിൽ പിറന്ന് നല്ല വിദ്യാഭ്യാസം നേടി നശിച്ച ഒട്ടേറെ ജന്മങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്.